ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല ഡിസൈനേഴ്സിനൊന്നും കിട്ടാനില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളൊക്കെ ഇതേ ഒരു വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. ശരിക്ക് നല്ല ഡിസൈനറൊന്നും അല്ലെങ്കിൽ ഒരു മോശം ഡിസൈനർ അങ്ങനെയൊക്കെ ഒരു കാറ്റഗറി ഡിസൈനേഴ്സിൻ്റെ ഇടയിലുണ്ടോ? ഈ മോസ്റ്റ് ഓഫ് ദി ഡിസൈനേഴ്സും പഠിക്കുന്നതൊക്കെ സെയിം സോഫ്റ്റ്വെയർസും ടൂൾസൊക്കെ തന്നെയാണ്. ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഫിഗ്മ. അവിടെ വ്യത്യാസപ്പെടുന്നത് അവരുടെ വർക്കിൻ്റെ നേച്ചർ, ഡിസൈനിങ് പ്രോസസ്സ്, തിങ്കിങ് പ്രോസസ്സ്, ഇതൊക്കെയാണ്. പറഞ്ഞു വരുന്നത് ഇഷ്ടം പോലെ ഡിസൈനേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് നമ്മളുടെ ബിസിനസ് ഗ്രോത്തിന് പറ്റിയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. ബ്രാൻഡ് പേഴ്സണാലിറ്റി മനസ്സിലാക്കിയിട്ട് ഗ്രോത്ത് ഡ്രിവൺ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഡിസൈനേഴ്സിനായിരിക്കും ഒട്ടുമിക്ക ഓണ്ടർപ്രണേഴ്സും ചൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമ്മുടെ ബിസിനസ്സിന് പറ്റിയ ഒരാളെ, ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ പൊട്ടൻഷ്യൽ പ്രൊഫൈൽസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആര് ചെയ്യുന്നു, എന്തിൻ്റെ ബേസിൽ ചെയ്യുന്നു എന്നൊരു ക്ലാരിറ്റി കൃത്യമായിട്ട് വേണം. പിന്നൊരു കാര്യം, ഹയർ ചെയ്യാൻ പോകുന്ന ഡിസൈനറിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കം എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അത് സ്പീഡ് ആവാം, ക്രിയേറ്റീവ് ഇൻപുട്ട് ആവാം, അതും അല്ലെങ്കിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നതുമാവാം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്, ഏതൊരു ഡിസൈനർക്കും പുതിയൊരു എക്കോസിസ്റ്റമായിട്ട് അഡാപ്റ്റ് ആവാൻ ഒരു 3 ആഴ്ചയെങ്കിലും എടുക്കും. അപ്പോൾ ആ ഒരു ടൈം സ്പാനിനുള്ളിൽ നമ്മൾ അത്ഭുതങ്ങളൊന്നും അവരുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. ചുരുക്കി പറഞ്ഞാൽ നല്ല ഡിസൈനറെന്നോ അല്ലെങ്കിൽ മോശം ഡിസൈനറെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ ആക്ച്വൽ റിക്വയർമെൻറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ആളുകളെ ഹയർ ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം.